മോൻ എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാനില്ല അച്ഛാ, എനിക്കിഷ്ടപ്പെട്ടു. ചെറുക്കിന് പെണ്ണെ ഇഷ്ടാസ്ഥിതിക്കേ അധികം വെച്ച് കിട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഈ മേടമാസം കഴിഞ്ഞ ചെറുക്കൻ ലീവ് തീരുക. അതുകൊണ്ട് ഈ മീനത്തിൽ തന്നെ കെട്ടിടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിപ്പോ ഇത്ര പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞാ ഇപ്പൊ എന്ത് തരണം എന്നാ നിങ്ങൾ ഉദ്ദേശിക്കണേ? അയ്യേ, അങ്ങനെ കണക്ക് പറഞ്ഞു വാങ്ങുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല അല്ലേ? എന്നാലിട്ട് കുറച്ച് വാങ്ങുന്ന ശീലമോ ഒട്ടുമില്ല. നിങ്ങളുടെ കുട്ടിക്ക് സന്തോഷമായി മാന്യമായി എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തേക്കുക. എന്നാ ഞങ്ങൾ ഇറങ്ങുക. മുഹൂർത്തവും തീയതിയൊക്കെ ഞങ്ങൾ പിന്നാലെ അറിയിക്കാം. എന്നാ ശരി ശരി ആയിക്കോട്ടെ. ശരി ശരി ഓക്കെ ഓക്കെ. പോയിട്ട് വരാട്ടാ. പോട്ടെ. ശരി, പോയിട്ട് വരാം. ശരി. അങ്ങനെ ആവട്ടെ. ശരി. ഇതൊന്ന് നോക്കിയേ. ഒരു 10 പവനെങ്കിലും കൊടുക്കണ്ടേ സുമിത്രേ? 10 ഫുള്ളാ? പിന്നെ എന്തിനു തെളിക്കാനാ? എന്റെ പൊന്നു പിന്നും മദ്യം കുടിക്കാനുള്ളതാണ്. കുടിക്കാൻ. നീ പിന്നെ എത്ര ഉദ്ദേശിക്കണേ? ഒരു 40 ഫുള്ളെങ്കിലും വേണം. 40 ആ അല്ലേ? അത്രയ്ക്കൊക്കെ കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ടാ? ശേഷി നോക്കി കൊടുക്കാനായിട്ട് റേഷൻ കടയിൽ അരിയും പഞ്ചാരിയൊന്നും അല്ല. കല്യാണം ഒരു ഗതിയും പരഗതിയില്ലാത്ത ആ വിജേഷ് അവന്റെ പെങ്ങടെ കല്യാണത്തിന് 35 ഫുള്ള് ഇറക്കിയത്. ആ സ്ഥിതിക്ക് നീ ഒരു 45 ഫുള്ളെങ്കിലും ഇറക്കണം വിനോ. എല്ലാവരുടെ കല്യാണത്തിന് പോയിട്ട് നീ നല്ല കയറ്റിട്ടുണ്ട്, മൂഞ്ചി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു ദയാദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട വിനോ. അവന്മാര് അമ്മാതിരി കുടിയായിരിക്കും. ഞാനും ഒരു പിടുത്തവും കിട്ടുന്നില്ല എൻ്റെ ഔട്ടത്തൂരപ്പാ. സൊസൈറ്റി പോയിട്ട് ഒരു സിമ്പിൾ ലോൺ കിട്ടുമോ നോക്കട്ടെ. കിട്ടും. ഇന്ന് ഈ നിമിഷം മുതൽ ഈ സ്റ്റേഷൻ എന്റെ അധീനതയിലാണ്. ഇന്നു മുതൽ ഈ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ അനധികൃതമായി ഒരുത്തരും വാറ്റില്ല, കുടിക്കില്ല, ചവയ്ക്കില്ല, ഊത്തില്ല. ഊത്ത് നടത്താൻ ഈ സത്യത്താരെ അനുവദിക്കില്ല. പിന്നെ സർക്കാരിന്റെ ശമ്പളവും വാങ്ങി തിന്നോണ്ട് കള്ളു മുതലാളിമാർക്ക് കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന ഏതെങ്കിലും മൈത്താണ്ടിമാർ ഈ സ്റ്റേഷനിലുണ്ടെങ്കിൽ അവനെയൊക്കെ തേടി കണ്ടുപിടിച്ച് അവന്റെ നട്ടല് ഞാൻ ഒടിച്ചു കളയും. മനസ്സിലായോ? I am Satyaj, very strict officer. എന്തുട്ടാ ഗൾഫിലുള്ളത്? ഒരു കുണ്ടിയില്ല. ഞാൻ ഈ ഗൾഫൊക്കെ നിർത്തി. നമ്മുടെ ഈ നാടും ഈ പാടവും ഈ കുളമൊക്കെ എങ്ങനെയാ പോവാ? അമ്പലക്കുളമാണോ? അല്ലാതെ ഭാര്യ സംശയമുണ്ടല്ല. അതെന്താ സുമേഷ് നീ അങ്ങനെ പറഞ്ഞേ? അല്ലടിയാ, ഒരു തമാശ പറഞ്ഞല്ലേ. എന്താ പറഞ്ഞ ഒഴിച്ചേ? ഒഴുക്കി തീർത്താ? ഒരു വരെ ബാക്കിയില്ലേ? ഒരു വരെ അത്രേ ഉള്ളൂ. ക്ലാസ് ഉണ്ടെന്നേ. പിടിച്ചേ. നാളെ കൊറേ പണിയില്ല കളയുന്നത്. തെറിക്കട്ടെ. വെള്ളം ഒഴിക്കില്ലേ? വേണ്ട. എന്റെ ദവാമാരെ, എന്റെ ഔട്ടത്തൂരപ്പാ, ഇന്ന് രാത്രിയോടുകൂടി 32 ഫുള്ളും പൊട്ടിത്തീരുമല്ലോ. എന്റെ അമ്മേക്ക് ഔട്ടസൂന്യോ എന്താ ചോക്കാവാത്ത? ഇവരെന്തിന് ഇത്ര നേരത്തെ വന്നേ? സുമേ, പുറത്തേക്ക് കൊടുത്തേക്ക്. ആരിത്? കൗട്ടസുനിയാ? നീ എന്താ വൈകിയ? ഒന്ന് പോയാടാ അവിടുന്ന്. ചെറുതടിക്കണ്ടേ? ഇവിടെ ഇങ്ങനെ തത്തി കളിച്ചിരിക്കാതെ ഈ സാധനങ്ങൾ കൊടുത്ത് പുറകിലോട്ട് കാര്യങ്ങളൊക്കെ ആരോട് നമുക്കൊരു ചെറുതടിച്ചാ നമുക്ക് നീർന്ന് കളാ. ആ ബോർഡ് വന്നിരുന്നു. ബോർഡ് വന്നു. സാമ്പാറാ നീട് വന്നേ. പിന്നെ വിളിക്കാം. നിങ്ങളിത് എവിടെയായിരുന്നു? പുറകിലുണ്ട്. നീ കുളിക്കണില്ലേ? പണികൾ കഴിയണ്ടേ?
നീ കല്യാണത്തിന് പോയിണ്ടായിരുന്നു. പരിപാടിയൊക്കെ നിർത്തി നോക്കി പോട്ടാ. ഷെഡവിനെ ഈ കുപ്പിയൊക്കെ എവിടെ കൊണ്ടുവച്ചിരിക്കണേ? വെള്ളം കളക്കള്ളല്ലേ? എനിക്കൊന്നും വേണ്ട. മറ്റേ സാധനം എവിടെ ഇരിക്കണേ? ആവോ എനിക്കൊന്നറിയില്ല. ആരുടെ സൈഡാ? റൈറ്റ് സുമേഷ് എന്റെ റൈറ്റാ എന്റെ റൈറ്റാ? എടാ ചെടി നിന്റെ പൊക്ക്. മതിയോ? അമ്മ അമ്മ അടി ജോഡിയുള്ള രണ്ടാളും. മാങ്കറി നോക്കിയോ? എടാ വിനോ, സമയം ഒരുപാടായിട്ടാ. ചെറുതടിച്ചാ ചാറി ചാറി നിക്കാ. എടാ ചാറാറായിട്ടില്ല. ചാറാറാകുമ്പോ ഞാൻ പറയാം. നീ ഒരു കാര്യം ചെയ്തേ മാറി ഈ കുമ്പളങ്ങ പോയി നരിഞ്ഞു. ഞാനാ ചെല്ലി പോ. എടാ ഇവനെന്താ ഇങ്ങനെ? ചേട്ടാ കത്തിയെടുത്തേ. കുമ്പളങ്ങ കണ്ടേ? എനിക്ക് നാത്തങ്ങടാ. വേഗം അറിഞ്ഞോ, ചെറുതടിക്കണ്ടേ? ആ സുനിയെ കുമ്പളെങ്കിലാണല്ലോ പിടുത്തം. ഓ സൈക്കോഷം ഇപ്പൊ മുരിഞ്ഞാക്കായാലായിരിക്കില്ലേ? വലിയ തമാശക്കാരനാ. വേഗം അറിയട്ടാ. അല്ല ഷോമി ചേട്ടാ, ആ ചേട്ടൻ എന്തിനാ സൈക്കോ ഷോമി എന്ന് വിളിച്ചേ? അയ്യോ, സൈക്കോ ഷോമിന്നല്ല, സൈക്കിൾ ഷോമിന്നാ. ഇവിടെ കുട്ടിക്കാലത്ത് എനിക്ക് മാത്രമേ സൈക്കിൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്ന പേരാ. അത് കാര്യമാക്കണ്ട. ആണോ? കഴിച്ചിട്ട് പോകാൻ കേട്ടോ. എന്താ താമസിച്ചേ? ഒരുങ്ങാൻ വൈകി. നിങ്ങൾ നേരത്തെ വന്നാ? ആ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? ഡിഗ്രികളൊക്കെ എന്തേ? അവരൊക്കെ പറയുന്നുണ്ട്. മോളുടെ കല്യാണക്കാരൊക്കെ എന്തായി? കല്യാണം അതെ, ഞാൻ ഇപ്പൊ വരാം. ആയിക്കോട്ടെ. നീ എപ്പോഴാ പോണേ? ഇതെത്ര പവനാ? നിന്നെ എങ്ങനെ കണ്ടാണ്ടല്ലോ ഇപ്പൊ തന്നെ കെട്ടിക്കൊണ്ടുപോകാൻ തോന്നും. ആര് കാണാം? കുമ്പളങ്ങ എറിഞ്ഞു കഴിഞ്ഞാ കുമ്പളങ്ങ ചെറുതടിക്കണ്ടാ. എന്താണ് ബഹളം? അതാ പാപ്പ വന്നാണ്, ആളടിച്ച് കിണ്ടിയാണ്. ഒരു ചെറുതടിക്കണ്ടേ? ആ നീ ഇവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. ഇവിടെ തന്നെ ഇനി എപ്പോഴാണ്? എന്താ പാപ്പ? എന്നോടല്ലേ പറഞ്ഞ് ദവാൻ പൊട്ടിക്കടാ. പാപ്പന്റെ മുത്തടനിയെ പാപ്പന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടടാ. പാപ്പ കുപ്പി പൊട്ടിച്ചില്ല പാപ്പ. എന്തോട്ട് കോപ്പാ വിനോ നീ പറഞ്ഞേ? നേരായിട്ടും കുപ്പി പൊടിക്കില്ലാന്നോ? അതിന് സമയം ആവണുള്ളൂ പാപ്പ. എന്തോട്ട് സമയടാ? പാപ്പ ഒരു 5 മിനിറ്റ്. സുമേഷ് നീ പറമ്പിൽ രണ്ട് ടാബ്ലറ്റ് ഇട്ടില്ല. പാപ്പനെ വിളിച്ചു. അത് മര്യാദ. കോച്ചും കൂച്ചും ഒന്നും വേണ്ടടാ. ദവാല്ലേ കറണ്ട് പോയില്ലോ. പാപ്പന് കറണ്ട് വന്നിട്ട് പോരെ? കറണ്ട് വന്നിട്ട് നിന്റെ അച്ഛന് കൊണ്ടു കൊടുക്ക്. നീ ഇപ്പൊ പോയി ദവാ എടുക്ക്. സാമ്പാറേ വരുന്നു ശുക്രേ. അടിച്ചടിച്ചോ, വലിച്ചടിച്ചോ. എന്താണ് ശുക്രവൻ ജനറേറ്റർ ഓണാക്ക്. പാപ്പനെങ്ങനെ കെട്ടി വീണോ? എന്തമ്മ എന്താ കരയണേ? പൂവേ എങ്ങോട്ട് പോണ്? നമ്മളെയൊക്കെ ചതിച്ചോണ്ട് അവൾ ഇറങ്ങി പോയടാ. അയ്യോ സുമിത്ര ആരോടെ? ആ കൗട്ട സുനിയുടെ കൂടെ. സുമിത്ര രമണി കണ്ട് അയ്യോ എന്റെ ദൈവമേ. അയ്യോ ഇവളോട് പറഞ്ഞിട്ട് കേക്കണില്ലേ? സ്വർണ്ണം വേണ്ടി പോട്ടടി. ചെക്കൻ്റെ 4 മണിക്കൂറും കൂടിയാ. അയ്യോ എനിക്ക് വയ്യ.
കത്തെഴുതി വെക്കണമെന്നാ വിചാരിച്ചേ. പിന്നെ ഇമ്മാതിരി സെറ്റപ്പ് ഒക്കെ ഉള്ള കാലത്ത് കത്തെഴുതി വെക്കണത് മോശല്ലേ? അതാ വോയിസ് മെസ്സേജ് അയച്ചേ. പെങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ജയിച്ചത് നീയാട്ടാ. നീ എന്തൊരു തുറപ്പനാടാ. അടാ നീ എവിടെ കൊണ്ട് കുത്തിയടാ കുപ്പിയൊക്കെ? ഞാൻ എത്ര നോക്കിന്നറിയോ? റൂമിലും കട്ടിന്റെ അടിയിലും ഒക്കെ നോക്കിയടാ. പക്ഷെ ഞാൻ തോറ്റളിയാ. നിന്റെ ഒരു തുള്ളി പോലും അടിക്കാണ്ട് നിന്റെ പെങ്ങളെയും കൊണ്ട് ഞാൻ പോവാട്ടാ. എന്നാ ശരിയല്ലയാ, പരിപാടി നടക്കട്ടെ. ടാറ്റ, ബൈ ബൈ, ഉമ്മട്ടാ. ശുക്ര എന്താ ചെയ്യോ? നോക്കല്ല എന്താ ചെയ്യാ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്ത എൻ്റെ റെഡ്മി പ്രോ എങ്കിലും തിരിച്ചു തരാൻ പറ്റൂ? അതെ, അവളെല്ലാം കൊണ്ടുപോയി. വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞാനൊന്ന് അളിയാന്ന് വിളിച്ചോട്ടെ, ഒറ്റ പ്രാവശ്യം. ഒരുപാട് ആഗ്രഹിച്ചു പോയി. മോനെ അളിയാ, വാ മോനെ, നീ ഇങ്ങനെ കരയില്ലേ? അച്ഛൻ പുതിയ പ്രോ വാങ്ങിച്ചേട്ടാ. ആർക്ക് കൊടുക്കാം? പാപ്പാ, സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പാപ്പനൊന്ന് ചെന്ന് സംസാരിക്ക്. പാപ്പനെ സംസാരിക്കാനുള്ളൂ. പിന്നോ നിന്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയണം, പോയതോ പോയി. ഇനി എന്തോട്ട് ആലോചിക്കാനാ? നീ പോയി ഒരു കുപ്പി എടുത്തു കൊടുന്നൊന്ന് പൊട്ടിക്ക്. തന്റെ അപ്പന്റെ ഒരു കുപ്പി ഇറങ്ങി പോണേളാ. ഒറ്റൊരുത്തരെ ഈ കുടുംബത്താണ്ട് വരുത്. അയാളൊരു കുപ്പി ഇറങ്ങി പോണോ? പാപ്പൻ പോവാ? ഓടാ പറ്റി. ദവാ നിന്റെ അടുത്ത് മാത്രമല്ല എൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ ഇല്ലാന്ന് മാത്രം മാറി. ഇതൊട്ട് പരിപാടിയാടാ കൗട്ടസ് കാണിച്ചേ. ഇന്നലെങ്കിലും നമ്മുടെ വിനുവിന്റെ പെങ്ങളല്ലടാ. അവനൊരു അരമണിക്കൂർ കഴിഞ്ഞ് അവളെ കൊണ്ടുപോയപ്പോലെ ബാക്കിയുള്ളവന് ഒരു തുള്ളിയെങ്കിലും കിട്ടിയാ. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നുടാ. ഒരു തുള്ളി പോലും കിട്ടിയില്ല. നീ ഒരു കാര്യം ചെയ്തേ, ആ പ്രകാശ് ചേട്ടനെ വിളിച്ച് ഒരു 1/2 ലിറ്റർ കൊണ്ടുവരാം. മക്കളെ 100 രൂപ ഞാനോടാടാ. എനിക്കൊരു വര കൊണ്ടടാ. പിന്നെ വരീന്ന് പറയാ കൊണ്ടടാ. എന്താണ്? പെട്ടെന്ന് വാർത്ത നോക്കിയാ. पूरे देश में आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है. നാളെ തൊട്ട് എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് हिंदुस्तान को बचाने के लिए, हिंदुस्तान के हर नागरिक को बचाने के लिए, പരീക്ഷിക്കണേ? आपको बचाने के लिए. അമ്മ ഇനി ആരുടെ മുഖത്തോട്ട് നോക്കട്ടെ. നാളെ തൊട്ട് ലോക്ക്ഡൗണാ. ലോക്ക്ഡൗണോ? അതെന്തൂട്ടാ?